നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹോസെ മൊറീഞ്ഞോ മിണ്ടില്ല. അദ്ദേഹം തീരുമാനമെടുത്തു കഴിഞ്ഞു. കളിക്ക് മുമ്പ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിക്കാനില്ല. ഇപ്പോൾ റയൽ മാഡ്രിഡ് വേഴ്സസ് ബെൻഫിക്ക മത്സരം നാളെയാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് രണ്ടാം പാദ മത്സരം നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 സാന്റിയാഗോ ബെർണാബുവിൽ ഈ കളിയുള്ളത്. ആദ്യ മത്സരത്തിൽ ലിസ്ബണിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇത് വലിയ രൂപത്തിലുള്ള ഒരു ജനശ്രദ്ധയെ ആകർഷിക്കുന്ന പോരാട്ടമാണ്. അപ്പോൾ കഴിഞ്ഞ കളിക്കിടയിൽ ഹോസെ മൊറീഞ്ഞോയ്ക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കളിക്ക് അദ്ദേഹം ഡഗ് ഔട്ടിൽ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ലെങ്കിലും പത്രസമ്മേളനം നടത്താം. അതാണ് യുവേഫയുടെ റൂള്. യുവേഫയുടെ റൂൾ അനുസരിച്ച് ബെൻഫിക്ക കോച്ചിന് പ്രിവ്യൂ ആയിട്ടുള്ള പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാം. പക്ഷേ മൊറീഞ്ഞോ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇന്നേ വരെ തുടർന്നു വന്നിട്ടുള്ളൊരു രീതിയുണ്ട്. റെഡ് കാർഡ് കിട്ടി സെൻഡ് ഓഫ് ചെയ്യപ്പെട്ട് അടുത്ത കളിക്ക് കോച്ചല്ലെങ്കിൽ പിന്നെ മാധ്യമങ്ങളെ അദ്ദേഹം കാണാറില്ല. അപ്പോൾ അത് തുടരും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തീരുമാനമെടുത്തു കഴിഞ്ഞു എന്ന് എബോല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പോർച്ചുഗീസ് മാധ്യമമാണ് എബോല. അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഹോസെ മൊറീഞ്ഞോ വിൽ റിമൈൻ സൈലൻറ്റ് ബിഫോർ ദി ഗെയിം അഗെയിൻസ്റ്റ് റയൽ മാഡ്രിഡ്. റയലിനെതിരെയുള്ള മത്സരത്തിന് മുമ്പ് മൊറീഞ്ഞോ സൈലൻ്റ് ആയിരിക്കും, സംസാരിക്കാനില്ല, മാധ്യമങ്ങളെ കാണാനില്ല. യുവേഫ റെഗുലേഷൻ അദ്ദേഹത്തിന് അനുവദിക്കുന്നുണ്ട് പ്രിവ്യൂവിൽ മാധ്യമങ്ങളെ കാണാൻ. പക്ഷേ മൊറീഞ്ഞോ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ എൻ്റയർ കരിയറിൽ എപ്പോഴൊക്കെ ഇതുപോലെ സെൻഡ് ഓഫ് ലഭിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം മീഡിയയോട് സംസാരിക്കാറില്ല. അതേ നിലപാട് തുടരാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ജിയാൻലുക്ക പ്രസ്റ്റിയാനി, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അദ്ദേഹം മുഖം പൊത്തി ഇങ്ങനെ വിനിക്കെതിരെ ചില വാക്കുകൾ പറഞ്ഞിടത്താണല്ലോ. അപ്പം ഇപ്പോൾ വംശീയ അധിക്ഷേപത്തിൻ്റെ അലിഗേഷൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ യുവേഫ താരത്തെ പ്രൊവിഷണലി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ കളി കളിക്കാൻ പറ്റില്ല, അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ബെൻഫിക്ക അതിനെതിരെ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ബെൻഫിക്കക്ക് അറിയാം ഇത് ഇൻ ടൈം പ്രശ്നം പരിഹരിക്കപ്പെടില്ല, അപ്പീലിന് വിധി വരില്ല എന്ന്. എന്നാൽ പോലും താരത്തെ ഇപ്പോൾ ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യാൻ അവർ അനുവദിക്കുന്നു. സാന്റിയാഗോ ബെർണാബുവിൽ എത്തിയിരിക്കും ജിയാൻലുക്ക പ്രസ്റ്റിയാനി. അതിന് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്റ്റാൻഡിലിരുന്ന് കളി കാണും. എന്ത് തന്നെയാണെങ്കിലും തനിക്കെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും അതുപോലെ പ്രതിഷേധങ്ങളും ഒക്കെ ബെർണാബുവിൽ ഉണ്ടായാലും അവിടെ എത്തും, നെഞ്ചി വിരിച്ച് നിൽക്കും എന്നുള്ള തീരുമാനത്തിലാണ് 20-കാരൻ അർജൻറ്റീനക്കാരൻ ജിയാൻലുക്ക പ്രസ്റ്റിയാനി. ഈ കാര്യവും പോർച്ചുഗീസ് മാധ്യമം എബോല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അവർ പറയുന്നത് പ്രസ്റ്റിയാനി വിൽ ട്രാവൽ വിത്ത് ബെൻഫിക്ക ടു മാഡ്രിഡ്. അർജൻറ്റീൻ താരത്തെ പ്രൊവിഷണലി യുവേഫ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ബെൻഫിക്ക അപ്പീൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും ബെൻഫിക്കക്ക് അറിയാം ഇത് ഇൻ ടൈം ഈ അപ്പീലിന് റിസൾട്ട് വരില്ല എന്ന്. ബട്ട് സ്റ്റിൽ പ്രസ്റ്റിയാനിയെ ട്രാവലിംഗ് പാർട്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് എബോല റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ജിയാൻലുക്ക പ്രസ്റ്റിയാനി എന്നാണ്. ജിയാൻലുക്ക പ്രസ്റ്റിയാനി is in considering filing a complaint against Mbappe and Vinicius with UEFA, FIFA and Portuguese criminal justice system for defamation. തനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു, മാനനഷ്ട കേസ് കൊടുക്കാൻ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അതായത് ഫിഫയിലും യുഎഫയിലും ഒന്നും മാത്രമല്ല, പോർച്ചുഗീസ് ക്രിമിനൽ ജസ്റ്റിസ്, ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് പോർച്ചുഗലിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടുത്തെ കോടതികളിൽ എംബാപ്പയ്ക്കും വിനീഷ്യസ് ജൂനിയറിനുമെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു. അത് കൺസിഡർ ചെയ്യുന്നു ജിയാൻലുക്ക പ്രസ്റ്റിയാനി എന്ന് അർജൻറ്റൈൻ ഫുട്ബോൾ സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൽ ചിരിങ്കിറ്റോ ടിവിയുടെ ജേർണലിസ്റ്റ് മാർക്കോസ് ബെനീറ്റോയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ സംഗതി കോടതിയിലേക്ക് എത്തുന്ന മട്ടാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.